ഇശൽ വീട് ഭാഗം എയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാപ്പിളപ്പാട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് മഹാനായ മോയിൻകുട്ടി വൈദ്യരെയാണ്. അദ്ദേഹം 1875 ബദറുൽ കുബ്ര എന്നുള്ള ബദർ കാവ്യം രചിച്ചിട്ടുള്ളത്. എന്നാൽ അതിനുശേഷം, അതായത് 1907 മൊയ്തീൻകുട്ടി എന്ന ഒരു കവി ബദർപ്പാട്ട് രചിച്ചിട്ടുണ്ട്. അദ്ദേഹം മാപ്പിളപ്പാട്ടിൻ്റെ തനത് ശൈലിയിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ടാണ് അത് എഴുതിയിട്ടുള്ളത്. മാപ്പിളപ്പാട്ട് രചനയിൽ വഴിത്തിരിവുണ്ടാക്കിയത് ചാക്കീരി രചിച്ചിട്ടുള്ള ബദർപ്പാട്ടിലൂടെയാണ്. അദ്ദേഹം മന്ദനട, ആചാരമംഗലം, ചിന്ത് ചായ്പ് തുടങ്ങിയ ഇതിവൃത്തങ്ങളും മോഹനം, രഥൻ മാളിക തുടങ്ങിയ ഇശലുകളും അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. ബദറിൽ നടുവായ വാർത്തകൾ കോർത്ത് ഭാഷയിൽ സംഗീതമായി ഞാൻ ചേർത്ത് എന്നാണ് കവിഭാഷ്യം. അതായത് ബദറിൽ 3 സംഘടനകളാണ് നടന്നിട്ടുള്ളത്. അതിൽ നടുവിൽ നടന്ന ആ സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം രചിച്ചിട്ടുള്ള ബദർ കാവ്യത്തിൽ എഴുതിയിട്ടുള്ളത്. ശുദ്ധമായ മലയാള ശൈലിയിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ രചനാശൈലി പരമ്പരാഗത മാപ്പിളപ്പാട്ട് ശൈലിയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ദ്രാവിഡ സംസ്കൃത ശൈലികൾ ഉപയോഗപ്പെടുത്തിയും അതുപോലെ തന്നെ അറബി, മലയാളത്തിലെ ചില ഇശലുകൾ ഇടകലർത്തിയുമൊക്കെയാണ് അദ്ദേഹം ഈ രചന നിർവഹിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഇശൽ താളക്കവിയാണ്. നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. മടങ്ങിയില്ല ക്രൂരമായ പഞ്ചകപ്പരിക്കിനാൽ, മടിക്കയില്ല ധീരധീരം കേറി യുദ്ധമാടുമേ. അടരിൽ വന്ന് നേരിടുന്ന വിപ്ലവം സഹിക്കുകില്ല, അഖില ലോക രക്ഷിതാവെ കാണുമല്ലോ സത്യമായി. വടിവിൽ സാഴ്തുണർത്തിയ പ്രമേയമായ കാര്യം, ഭാഗ്യയോഗ്യ ദൂതർ കേട്ടു കൗതുകാതിരേകമായി. എടുത്തുണർത്തി ജാലകത്തിൽ നിന്നു രണ്ടിലൊന്നിനെ, ഏകനായ നിഷ്കളൻ നമുക്കു നൽകിയിരിക്കയാൽ. ഇറങ്ങി വൈരശുദ്ധി നേടി നമ്മളെ ഹനിക്കുവാനിങ്ങു വന്ന ദുഷ്ടരെ തിരഞ്ഞു ഞാനൊരുക്കമായി. പറഞ്ഞ ദുഷ്ടർ പോർക്കളത്തിൽ വീഴും സ്ഥാനമൊക്കെയും വകതിരിച്ചു വ്യക്തമായി നോക്കിക്കാണുന്നുണ്ടു ഞാൻ. തരത്തിൽ നിങ്ങളൊക്കെ അന്തർമോദരായി